ഈ അടുത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായിട്ടുള്ള രവി പിള്ള പറയുകയുണ്ടായി, കേരളത്തിലെ സമ്പന്നന്മാരോട് അസൂയ ജനിക്കുന്ന ഒരു തരം മനോഭാവം വളർന്നു വന്നിട്ടുണ്ട്. അത് വളരെ സത്യമാണ് തോന്നുന്നുണ്ട്. അതായത് പണമുള്ള ആളുകളോട് ഒരു തരം വെറുപ്പോ വിരോധമോ ഉണ്ടാകുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ സ്വാഭാവിക മനസ്സ്. ഇപ്പൊ അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു 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 ചടപ്പ്, ഒരു വേണ്ടത്ര പ്രോത്സാഹനജന്യമില്ലാത്ത വലിയൊരു വെറുക്കപ്പെട്ട ഒരു രീതിയിലുള്ള ബിസിനസ്സാണ് ആയിട്ടാണ് ആളുകൾ കാണാറുള്ളത്. സത്യത്തിൽ റിയൽ എസ്റ്റേറ്റിലൂടെയാണ് എല്ലാം ഉണ്ടായിരുന്നത്. വീടുകളും അപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലുകളും റിസോർട്ടുകളും മറ്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളും എല്ലാം റിയൽ എസ്റ്റേറ്റ് ആണ്. ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം വേണം. പക്ഷെ അതിന് ബിസിനസ്സിനെ ഒരു തരം വെറുപ്പോട് കൂടി കാണുന്ന ഒരു ഇത് അടുത്ത കാലത്ത് വരെ ഉണ്ടായിട്ട്. എന്നാൽ കേരളം വിട്ടുപോയാൽ, അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ സാധ്യതകളുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നതും തൊഴിൽ മേഖലയുമായിട്ടുള്ള ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ്. ഞാനിപ്പോൾ സഞ്ചരിച്ചിട്ടുള്ള മിക്ക രാജ്യങ്ങളിലും റിയൽ എസ്റ്റേറ്റിന്റെ ഓഫീസുകളാണ് ഏറ്റവും കൂടുതൽ. ഹോട്ടലുകളൊക്കെ കഴിഞ്ഞാൽ കൂടുതലും കാണാൻ സാധ്യതയായിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റുകളുടെ ഓഫീസുകളാണ്. അപ്പോൾ അത് പക്ഷേ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഓഫീസ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അത് എന്താണ് അങ്ങനെ സംഭവിച്ചത്? റിയൽ എസ്റ്റേറ്റ് നേരിടുന്ന പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. സ്വാഭാവികമായി പറഞ്ഞാൽ സമയമാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആവുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു പ്ലാൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഒരു 6 മാസം 15 ദിവസത്തിനകം 300 സ്ക്വയറിന്റെ താഴേക്കുള്ള വീടുകൾക്ക് ഒരു പക്ഷേ പ്ലാൻ കിട്ടിയേക്കാം. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കണമെങ്കിൽ, ഒരു അപ്പാർട്ട്മെന്റ് എടുക്കണമെങ്കിൽ, ഒരു റിസോർട്ട് എടുക്കണമെങ്കിൽ, അപ്പാർട്ട്മെന്റ് സമുച്ചയം എടുക്കണമെങ്കിലൊക്കെ തന്നെ ഒരു 6 മാസമെങ്കിലും കോർപ്പറേഷനുകളിൽ പഞ്ചായത്തുകളിലൊക്കെ കയറി ഇറങ്ങി അത്രയും സമയം പോവാണ്. അത്ര ഇൻവെസ്റ്റ്മെന്റുകൾ സ്വരൂപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബാങ്കിൽ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയം വെറുതെ പോവാണ്, ഇൻട്രസ്റ്റ് കൊടുത്ത്. അപ്പം നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന സമയമാണ് പ്രധാനം. സത്യത്തിൽ ഇതിന്റെ പേപ്പറുകളെല്ലാം പരിശോധിക്കാൻ 1-2 ദിവസം മാത്രം മതി. പക്ഷേ ഈ പ്രക്രിയ നടക്കണമെങ്കിൽ 6 മാസമെങ്കിലും പേപ്പറുകളുടെ പിന്നാലെ പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ വെള്ളം ലഭിക്കണമെങ്കിൽ, അതേപോലെ റോഡ് ഉണ്ടാക്കണമെങ്കിൽ, വൈദ്യുതി ലഭിക്കണം, ഇതിനെല്ലാം തന്നെ ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് റിയൽ എസ്റ്റേറ്റ് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധികളിൽ ഒന്നാണ് കേരളത്തിൽ.